ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം വൃകാസുരന്റെ കഥ പറഞ്ഞു. വൃകാസുരന് കരുണാമയനായ പരമശിവൻ വരം നൽകി അനുഗ്രഹിച്ചു എന്നും അത് അവസാനം കൈലാസവാസനു തന്നെ ദുരിതമുണ്ടാക്കി എന്നും നമ്മൾ പറഞ്ഞു. കാരണം ദേവതകളെല്ലാം ഭക്തവത്സലരാണ്. ആ സമയത്ത് ചിലർക്കൊക്കെ ഒരു സംശയമുണ്ടായി, ഈ ഭസ്മാസുരന്റെ കഥയും വൃകാസുരന്റെ കഥയും തമ്മിൽ ഒരുപോലെ ഇരിക്കുന്നല്ലോ, ഇവർ രണ്ട് അസുരന്മാരും ഒന്നു തന്നെയാണോ എന്ന ഒരു സംശയമുണ്ടായി. പക്ഷെ രണ്ടും രണ്ടു കഥയാണ്, രണ്ടു സാഹചര്യങ്ങളാണ്, രണ്ട് കഥകളുമാണ്. അങ്ങനെ ഈ മുനിമാർക്കൊക്കെ ശിവൻ ക്ഷിപ്രപ്രസാദിയാണ്, പെട്ടെന്ന് പ്രസാദിക്കും എന്ന ഒരു തോന്നൽ ഉണ്ടാവുകയും അവർ തമ്മിൽ അങ്ങനെ ഒരു ചർച്ച വരികയും ചെയ്തു. ത്രിമൂർത്തികളിൽ ആരാണ് പെട്ടെന്ന് പ്രസാദിക്കുന്നത്, ആർക്കാണ് ഭക്തവാത്സല്യം കൂടുതലുള്ളത് എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവുകയും അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുകയും ചെയ്തു. സരസ്വതി നദിയുടെ കരയിൽ വെച്ചിട്ടാണ് ഈ മഹർഷിമാരെല്ലാവർക്കും ഇങ്ങനെ ഒരു സംശയം ഉണ്ടായത്. അവരവിടെ കൂടിയത് തന്നെ അവിടെ ഇരുന്ന് ഒരു യാഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ യാഗം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഉണ്ടായ ഒരു തർക്കമാണിത്. ചിലർ പറഞ്ഞു ശിവനാണ്, ചിലർ പറഞ്ഞു അല്ല ബ്രഹ്മാവാണ്, ചിലർ പറഞ്ഞു അല്ല വിഷ്ണുവാണ്. ഇങ്ങനെയുള്ള ഒരു തർക്കം ഈ സരസ്വതി നദിയുടെ കരയിലിരുന്ന് യാഗം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ മഹർഷിമാർക്ക് തമ്മിലുണ്ടായി. അങ്ങനെ ആരാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ഭക്തവാത്സല്യം കാണിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി അവരെല്ലാവരും കൂടി ഒരു മഹർഷിയെ നിയോഗിക്കുന്നു. ആ മഹർഷിയുടെ പേരാണ് ഭൃഗു. അങ്ങനെ ഈ ഭൃഗു മഹർഷി ആദ്യം എവിടേക്കാണ് പോകുന്നത്? ബ്രഹ്മദേവന്റെ രാജധാനിയിലേക്കാണ് പോകുന്നത്, ബ്രഹ്മലോകത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ബ്രഹ്മലോകത്തിൽ ചെന്നപ്പോൾ ബ്രഹ്മദേവൻ വിശിഷ്ടരായ ബ്രഹ്മർഷികളാൽ പരിസേവിതനായി അവരുടെ മധ്യത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ചുറ്റും ബ്രഹ്മർഷികളുണ്ട്, അവരുടെ നടുക്ക് അങ്ങനെ ബ്രഹ്മദേവൻ ഇരിക്കുന്നു. ഭൃഗു മഹർഷി ഒട്ടും മടിക്കാതെ ചെന്ന പാടെ ബ്രഹ്മദേവന്റെ ആ സിംഹാസനത്തിൽ കയറി അങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നു. മുനിയുടെ ധിക്കാരം കണ്ടിട്ട് ബ്രഹ്മദേവന് വലിയ ദേഷ്യമുണ്ടായി. അദ്ദേഹം ഭൃഗു മഹർഷിയെ ശകാരിക്കുന്നു. അതോടുകൂടി ഭൃഗു മഹർഷി അവിടെ നിന്നും ഇറങ്ങി നേരെ എവിടേക്ക് പോകുന്നു? കൈലാസത്തിലേക്ക് പോകുന്നു. കൈലാസത്തിൽ ഭൃഗു മഹർഷിയെ കണ്ട കൈലാസവാസൻ പാർവതീ ദേവിയുമൊത്ത് ഓടി വന്നിട്ട് ഭൃഗു മഹർഷിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് ചെല്ലുന്നു. കെട്ടിപ്പിടിക്കാനായിട്ട് ചെന്നപ്പോഴേക്കും ഭൃഗു മഹർഷി വളരെയധികം ദേഷ്യത്തോടു കൂടി ശിവനെ ആക്ഷേപിക്കുന്നു. മാറി നിൽക്ക്, എന്നെ തൊടരുത്, നീ മലിനനാണ്, പുലുത്തോലുടുത്ത് ചുടല ഭസ്മവും പൂശി നടക്കുന്ന നിന്നെ ആര് തൊടും? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശിവനെ ഈ ഭൃഗു മഹർഷി ആക്ഷേപിക്കുന്നു. അങ്ങനെ ഈ പരിഹാസം കേട്ട് ചന്ദ്രചൂഡന് വളരെയധികം ദേഷ്യമാണ് ഉണ്ടായത്. അങ്ങനെ ഭൃഗുവിനെ വധിക്കുവാൻ ശൂലം കയ്യിലെടുക്കുന്നു പരമശിവൻ. ഈ സമയം ഉമാദേവി ശിവനെ തടുക്കുന്നു. ഈ ഒരു സമയം നോക്കി ഭൃഗു മഹർഷി അവിടെ നിന്നും പോവുകയും ചെയ്തു. എന്നിട്ട് ഭൃഗു മഹർഷി നേരെ എവിടേക്ക് എത്തുന്നു? വൈകുണ്ഠത്തിലെത്തുന്നു. വൈകുണ്ഠത്തിലെത്തിയപ്പോൾ മഹർഷി കാണുന്ന കാഴ്ച ഭഗവാൻ മഹാവിഷ്ണു
അനന്തശായിയായി. തൃപ്പാദത്തിൽ മഹാലക്ഷ്മിയുണ്ട്. ആ നിലയിൽ യോഗനിദ്ര ചെയ്യുന്നു. അങ്ങനെ യോഗനിദ്ര ചെയ്യുന്ന ഹൃഷികേശന്റെ അടുക്കലേക്കാണ് ഭൃഗു മഹർഷി ചെല്ലുന്നത്. ഭൃഗു മഹർഷി അല്പനേരം അങ്ങനെ ഭഗവാനെ നോക്കി നിൽക്കുന്നു. പക്ഷെ ഭഗവാൻ എഴുന്നേറ്റ് മഹർഷിയെ സ്വീകരിക്കുന്നില്ല. ഭഗവാൻ യോഗനിദ്രയിലാണ്. അല്പസമയം അവിടെ നിന്നു. ഭഗവാൻ എഴുന്നേൽക്കുന്ന യാതൊരു ലക്ഷണവുമില്ല. അതോടുകൂടി ഭൃഗു മഹർഷി ഒരു കാര്യം ചെയ്യുകയാണ്. എന്താണ് ചെയ്തത്? തൻ്റെ കാലു പൊക്കി ഭഗവാന്റെ തിരുമാറിൽ ഒരൊറ്റ ചവിട്ടങ്ങ് കൊടുക്കുന്നു. കൗസ്തുഭമാലയൊക്കെ ഇട്ട് കിടക്കുന്ന ഭഗവാന്റെ ആ തിരുമാറിൽ ഭൃഗു മഹർഷി തൻ്റെ കാലു പൊക്കി ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ആ ചവിട്ട് ഏറ്റതും ശ്രീവല്ലഭൻ ചാടി എഴുന്നേൽക്കുന്നു, ഞെട്ടി ഉണർന്നു. എന്നിട്ട് ഭൃഗു മഹർഷിയോട് ക്ഷമ പറയുകയാണ്. അങ്ങ് ക്ഷമിക്കണം, അങ്ങ് വന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. എന്നെ ചവിട്ടിയത് മൂലം അങ്ങയുടെ പാദങ്ങൾക്ക് വല്ല വേദനയും ഉണ്ടായോ? അങ്ങയുടെ ആ പാവനമായ പാദസ്പർശത്താൽ ഞാൻ ഇന്ന് ധന്യനായി. ഇങ്ങനെ പറഞ്ഞിട്ട് ഭൃഗു മഹർഷിയുടെ കാല് പിടിക്കുകയാണ് ഭഗവാൻ. ഭക്തന്മാരുടെ വരവറിയാതെ കിടന്നുറങ്ങിയ ഞാൻ എത്ര മൂഢനാണ് എന്നൊക്കെ പറഞ്ഞ് തന്നെത്താൻ ഇങ്ങനെ പഴിക്കുന്നു. എൻ്റെ ശരീരത്തിലുള്ള അങ്ങയുടെ പാദമുദ്രകൾ എനിക്കെന്നും ഓർമ്മയായി അതവിടെ തന്നെ കിടക്കട്ടെ. ഇനി മേലാൽ ഞാൻ ഈ തെറ്റ് ചെയ്യരുത്. ഈ മുദ്ര കാണുമ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ ഭക്തന്മാരെ ഓർമ്മ വരണം. അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പോഴേക്കും ഭൃഗു മഹർഷി ഭഗവാനെ താണു തൊഴുന്നു. അങ്ങനെ ഭൃഗുവിനെ മഹാവിഷ്ണു അനുഗ്രഹിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആര്? സാക്ഷാൽ മഹാലക്ഷ്മി. തൻ്റെ ഭർത്താവിൻ്റെ ഭക്തവാത്സല്യം കണ്ട് ദേവിക്ക് വളരെയധികം ആനന്ദമാണ് ഉണ്ടായത്. ഭൃഗു പെട്ടെന്നു തന്നെ സരസ്വതി നദിക്കരയിൽ ആ യാഗഭൂമിയിലേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് തനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്, തൻ്റെ അനുഭവം എന്താണ് എന്ന് എല്ലാവരെയും വിസ്തരിച്ചു തന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നു. സത്വഗുണപ്രധാനിയായ മൂർത്തി, സത്വഗുണപ്രധാനിയായ മൂർത്തി നാരായണൻ തന്നെയാണ്. നാരായണന് തന്നെയാണ് ഭക്തവാത്സല്യം വളരെ കൂടുതലുള്ളത് എന്ന് ആ മഹർഷിമാർ തീരുമാനിക്കുന്നു. ആ ഭക്തവത്സലൻ നാരായണമൂർത്തിയുടെ പൂർണ്ണമായ അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്ന് അവർക്ക് മനസ്സിലാവുകയും പൂർവാധികം അവരുടെ ഭക്തി വർദ്ധിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. അങ്ങനെ ഭൃഗു മഹർഷിയുടെ ചവിട്ടേറ്റ് നാരായണമൂർത്തിയുടെ തിരുമാറിലുണ്ടായ ആ മറുക്, ആ കറുത്ത പാട്, ആ കറുത്ത അടയാളം, ആ അടയാളത്തിൻ്റെ പേരെന്താണ്? ഭഗവാന്റെ തിരുമാറിൽ കാണപ്പെടുന്ന ആ കറുത്ത പാട്, ആ പാടാണ് ശ്രീവത്സം എന്നാണ് പറയുന്നത്. നമ്മൾ പറയില്ലേ, ശ്രീവത്സാങ്കിത തിരുവക്ഷസോടും, അങ്ങനെ പറയും അല്ലേ? ആ കറുത്ത മറുക് അത് ശ്രീവത്സമാണ്. അതിൻ്റെ പേര് ഭൃഗു മഹർഷി ചവിട്ടിയതു മൂലമുണ്ടായ പാടാണ്. ആ പാട് അവിടെ കിടക്കട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്?
ആ പാട് കാണുമ്പോൾ ഭഗവാന് തൻ്റെ ഭക്തരെ ഓർമ്മ വരണം. തൻ്റെ ഭക്തരാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് ഭഗവാൻ എപ്പോഴും പറയും. തൻ്റെ ഭക്തരെ സേവിക്കുന്നവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ തൻ്റെ ഭക്തരെ സേവിക്കുന്ന സേവകരെ സേവിക്കുന്നവരെയും എനിക്ക് ഇഷ്ടമാണ് എന്ന് 7 തവണ ഭഗവാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാക്ഷേത്രങ്ങളിലൊക്കെ സേവ ചെയ്യാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത് അല്ലേ? നമ്മൾ തിരുപ്പതിയിലൊക്കെ പോകുന്ന സമയത്ത് സേവ ചെയ്യാനായി ആളുകൾ വന്നു നിൽക്കുന്നത് അവർക്ക് ഭഗവാന്റെ ഈ ഭക്തവാത്സല്യം നന്നായി അറിയാൻ സാധിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ നമ്മളോ ഇടിച്ച്, ഗുരുവായൂരൊക്കെ പോയി കഴിയുമ്പോൾ എല്ലാവരെയും ഇടിച്ച് ഏറ്റവും മുമ്പിൽ ചെന്ന് നിന്ന് തൊഴണം എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെയെല്ലാം ഇടിച്ചു മാറ്റി അവരെ തള്ളിയിട്ടിട്ട് ശ്രീകോവിലിന് മുമ്പിൽ പോയി നിന്ന് തൊഴും. പക്ഷേ നമ്മൾ ഇടിച്ച് തള്ളി മാറ്റിയ ആളെ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലിരുന്ന് ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ നോക്കുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു പക്ഷേ ഭഗവാന്റെ ആ തിരുരൂപം കണ്ടേക്കാം, പക്ഷേ ഭഗവാൻ നമ്മളെ കാണുന്നില്ല. നമ്മൾ മൂലം അവിടെ വീണു കിടക്കുന്ന ആളുകളെയാണ് ഭഗവാൻ കാണുന്നത് എന്ന ചിന്ത കൂടി ക്ഷേത്രത്തിൽ പോകുമ്പോൾ മറ്റുള്ളവരെ തെള്ളിയിട്ടിട്ട് പോകുന്ന ആളുകളൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ശ്രീവത്സം എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ശ്രീ വസിക്കുന്ന ഇടം. ശ്രീ ആരാണ്? മഹാലക്ഷ്മി. മഹാലക്ഷ്മി വസിക്കുന്ന ഇടമാണ്. ഭഗവാന്റെ ഹൃദയത്തിൽ, നെഞ്ചിനുള്ളിൽ മഹാലക്ഷ്മിയുണ്ട് എന്ന നിലയിലും ഈ ശ്രീവത്സത്തിന് അർത്ഥം പറയുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ഈ കഥാഭാഗം മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.